കേറ്റംപൂച്ച പറഞ്ഞത് ശരിയാണ്. ശക്തിയും ബുദ്ധിയും മാത്രം പോരാ, ധൈര്യവും വേണം. നല്ല ബുദ്ധിയും ശക്തിയും ഉള്ള ഒരാൾക്ക് ധൈര്യമില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ചോണപ്പൻ എന്ന ഒരു ഉറുമ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അങ്ങനെ ഒരുത്തനുണ്ട്. നമുക്ക് ചോണപ്പന്റെ സഹായം തേടാം. എന്താ? ചോണപ്പനുറുമ്പോ? എന്റെ അപ്പോ, നിസ്സാരനായ ഒരു ഉറുമ്പിനെ വേട്ടക്കാരനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന? എടാ ഡോങ്കു, നീ കളിയാക്കുകയൊന്നും വേണ്ട. ചോണനുറുമ്പ് നിസ്സാരനായ ഒരു ജീവിയാണെന്നാണോ നിന്റെ വിചാരം? ആരുടെയും കഴിവിനെ ചെറുതായി കാണരുത്. മറ്റുള്ളവരെ നിസ്സാരന്മാരായി കാണുന്നവരാണ് മണ്ടന്മാർ. ഓഹോ, എന്നാ ശരി. ചോണപ്പനുറുമ്പിനെ എന്താ ചെയ്യാൻ കഴിയാന്നോ? ചോണപ്പൻ വേട്ടക്കാരനെ ഓടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശക്തനായ വേട്ടക്കാരനെ ഒരു ചെറിയ ഉറുമ്പ് തോൽപ്പിച്ചെന്നോ? ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയായിരുന്നു ചോണപ്പനുറുമ്പ് വേട്ടക്കാരനെ ഓടിച്ചത്? നമ്മുടെ ചോലപ്പുഴയുടെ വക്കത്ത് വെച്ചായിരുന്നു സംഭവം. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കുടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചുകൂട്ടി. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കുടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചുകൂട്ടി. കളകളം പാടും കുഞ്ഞോളങ്ങൾ കണ്ടിട്ട് വെള്ളരിപ്രാവിൻ മനം കുളിർന്നു. പെട്ടെന്നൊരു കട്ടുറുമ്പിൻ കരച്ചിൽ കേട്ടന്നേരം പ്രാവച്ചൻ ഒന്നു ഞെട്ടി. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കും ഉറുമ്പിനെ കാണേയിലയൊന്ന് കൊത്തിയിട്ടേ. പ്രാണൻ പിടയ്ക്കുന്ന നേരം ലഭിക്കുമ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കേറി. ജീവൻ കനിഞ്ഞിടും കട്ടുറുമ്പിൻ മുഖം സന്തോഷമാലെ തുളുമ്പി നിന്നേ. രക്ഷകൻ ദൈവത്തിൽ 1000 സ്തുതിയോതി ആ സ്ഥലം വിട്ടൂറും വന്നു നീങ്ങി. പിന്നെയും കട്ടൂറുമ്പാ വഴി പോകവെ ഒരു വേടനമ്പുമായി കാത്തിരിപ്പു. തൂവൽ മിനുക്കുമാ പ്രാവിന്റെ മേനിയിൽ അസ്ത്രം തൊടുക്കുവാനായി നിൽപ്പു. വേടന്റെ കാലിൽ കടിക്കവേ അമ്പിന്റെ ദിശ മാറിയെങ്ങോ പോയി പതിച്ചു. പ്രത്യുപകാരം കൊടുത്തിടും പ്രാവിനെ രക്ഷിച്ചുറുമ്പന്ന് യാത്രയായി. പരസ്പരം സ്നേഹിപ്പൂ നമ്മൾ സഹായിതരാ.